തീ അണക്കല്, വെള്ളത്തിൽ ചാടല്, ബോട്ട് ഓടിക്കല്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സുകൾ നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യുമ്പോൾ ചെയ്യും. ഓണത്തിന്റെ ആഘോഷം പരിപാടികളൊക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ റീവാലിഡേഷനായിട്ട് വീണ്ടും നമ്മൾ യൂറോടെക്കിലേക്ക് പോയി. കാലത്ത് 8 മണിക്ക് ബസ്സിൽ കയറിയിരുന്ന ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾ കോളേജിലെത്തിയിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന ബോറടിക്കുന്ന പോലത്തെ ക്ലാസ്സുകളല്ല ഈ 3 ദിവസം. എല്ലാം പ്രാക്ടിക്കലായതുകൊണ്ട് പെട്ടെന്ന് സമയം പോക്കോളും. എന്തായാലും മെർച്ചന്റ് നേവിയിൽ ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ക്ലാസ്സുകളെല്ലാം ഫുള്ളായിരിക്കുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ക്യാമ്പസിന്റെ ഉള്ളിൽ ഒരു കപ്പലെന്ന് പറയുമ്പോൾ വെറുതെ ഒരു സിമെന്റ് കൊണ്ടുള്ള കപ്പലല്ല. ഇതിന്റെ ഉള്ളിൽ അത്യാവശ്യം എഞ്ചിനും പ്രൊപ്പലറും ജനറേറ്ററും എല്ലാ സെറ്റപ്പും ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം ഒരു കൊച്ചു മോഡലാണെങ്കിലും പുതുതായി പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും. അങ്ങനെ അവിടെ ഇവിടെയും കണ്ട എല്ലാ തീയും അണച്ച് വെള്ളത്തിലും ചാടി ബോട്ട് ഓടിച്ച് ലൈസൻസിന്റെ റിന്യൂവൽ കോഴ്സുകളെല്ലാം അവസാനിച്ചു. കോഴ്സും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ചേച്ചിയുടെ പിള്ളേർക്ക് കുറച്ച് എഞ്ചിനീയറിംഗ് നോളജ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്മാർട്ട് പിറ്റിയുടെ റോക്കറ്റ് ലോഞ്ചർ നമ്മൾ അങ്ങോട്ട് അസംബിൾ ചെയ്തു. സംഭവം നമ്മൾ വിചാരിച്ച അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും റോക്കറ്റ് പൊന്തി. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഒരു ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ലൈസൻസിന്റെ റിന്യൂവൽ കഥകൾ. അപ്പോൾ മിക്കവാറും കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ വീണ്ടും കപ്പലിൽ കയറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് വാണ്ട വിത്ത് നിധി.